പാരമ്പര്യ വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു മുടക്കവും വരുത്താത്ത ഓരോ നാട്ടിലെ ജനങ്ങളും പല ആചാരങ്ങളും ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. അവ എന്തിനാണ് എന്ന് ചെയ്യുന്നത് പോലും ആലോചിക്കാതെ നൂറ്റാണ്ടുകളായി ജനങ്ങൾ അത്തരം ചില ആചാരങ്ങൾ പിന്തുടരുന്നുമുണ്ട്. അത്തരത്തിൽ ലോകമെങ്ങും നിൽക്കുന്ന ഒരു ആചാരമാണ് തങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്കോ ദൈവസാന്നിധ്യമുണ്ടെന്ന് കരുതുന്ന സ്ഥലങ്ങൾക്കോ മുന്നിലേക്ക് നാണയങ്ങൾ വലിച്ചെറിയുന്നത്. ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ വലിച്ചെറിയുന്ന നാണയങ്ങൾ പരിസ്ഥിതിനാശം വരുത്തുന്നതായി ജപ്പാനിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ പറയുന്നു. ജപ്പാനിലെ യമനാഷി പ്രാവിശ്യയിലെ 8 നീരുറവുകളുടെ കൂട്ടമായ ഒഷിനോഹാക്കായാണ് ഇത്തരത്തിൽ പരിസ്ഥിതിക്ക് ഭീഷണി നേരിടുന്ന വിനോദസഞ്ചാര കേന്ദ്രം. ഫുജി പർവ്വതത്തിൽ നിന്നും ഒഴുകിവരുന്ന ചെറു അരുവികൾ കൊണ്ട് രൂപം കൊണ്ട ഒഷിനോഹാക്കായ് പ്രകൃതിദത്തമായ ഒരു അത്ഭുതമായി കണക്കാക്കുകയും 2013 ലോക പൈതൃക സൈറ്റായി പട്ടികപ്പെടുത്തുകയും ചെയ്തു. വിനോദസഞ്ചാരികൾ കുളങ്ങളിലേക്ക് നാണയങ്ങൾ എറിയരുതെന്ന് ജപ്പാനീസ്, ഇംഗ്ലീഷ്, ചൈനീസ്, കൊറിയൻ എന്നീ 4 ഭാഷകളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും വിനോദസഞ്ചാരികൾ പക്ഷേ തങ്ങളുടെ പതിവ് തെറ്റിക്കാതെ ഇപ്പോഴും നാണയങ്ങൾ എറിയുകയാണ്. ഇത് ഈ ജലാശയങ്ങൾക്കുള്ളിൽ നാണയങ്ങൾ കുമിഞ്ഞുകൂടിയ അവസ്ഥയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. വർഷങ്ങളായി സ്വമേധയാ നാണയങ്ങൾ നീക്കം ചെയ്യുന്നവർ പറയുന്നതനുസരിച്ച് ചില നാണയ കൂനകൾ 1 മീറ്ററോളം ഉയരമുണ്ടെന്നാണ്. ജലാശയത്തിനുള്ളിലെ ചെളിയിൽ പൂണ്ടുപോയ നാണയങ്ങൾ പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഇവർ പറയുന്നു. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുന്നതിനാൽ ഇവിടെ നാണയങ്ങൾ നിക്ഷേപിക്കുന്നത് ഇപ്പോൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വർഷങ്ങളുടെ പഴക്കമുള്ള പ്രവൃത്തിയായതിനാൽ നാണയം നിറഞ്ഞതോടെ ജലാശയത്തിനുള്ളിൽ സ്വാഭാവികമായി വളർന്നിരുന്ന പല സസ്യങ്ങളും ഇപ്പോൾ പൂർണ്ണമായും നശിച്ചുപോയതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ജപ്പാനിലെ കൾച്ചറൽ പ്രോപ്പർട്ടീസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നാണയങ്ങൾ എറിയുന്ന ആളുകൾക്ക് 5 വർഷം വരെ തടവോ 1 ദശലക്ഷം yen വരെ പിഴയോ ലഭിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.